സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ഇരിങ്ങാലക്കുട DYSP വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ രാവിലെ പോകുന്നതാണ്, ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ കേസിൽ മുമ്പ് പിന്നെ ഇവന്മാർക്കൊക്കെ സപ്പോർട്ടായിട്ട് നിന്ന, അഥവാ കളവടക്കം നടത്തിയ പ്രതികൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള SI ശ്രീനിക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് അന്നത്തെ മലപ്പുറം DYSP ആയിരുന്ന, അഥവാ എൻ്റെ ഭാഗം ന്യായമാണെന്ന് മനസ്സിലാക്കിയിട്ട് മലപ്പുറം DYSP ആയിരുന്ന മനോജ് സാറ് വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മൊഴി കൊടുക്കാനും വേണ്ടിയിട്ടാണ് എന്നെ വിളിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ 10-14 ലക്ഷം രൂപയുടെ കളവിന് കാരണക്കാരൻ ഇദ്ദേഹം കൂടെയാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യണമെങ്കിൽ എൻ്റെ ഭാഗത്ത് ന്യായമാണെന്ന് മനസ്സിലാക്കിയിട്ടാവണമല്ലോ. കാരണം അദ്ദേഹത്തോട് മാന്യമായിട്ട് പറഞ്ഞാണ് എൻ്റെ സ്ഥാപനം വിട്ടുകൊടുക്കണമെന്നും പിന്നെ DYSP സാർ പറഞ്ഞായിരുന്നു. അതിൽ ഒരു DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ പ്രോട്ടോകോൾ പ്രകാരം പാലിക്കേണ്ട ഒരു മര്യാദയും പാലിക്കാതെ കണ്ട രാഷ്ട്രീയക്കാരുടെ തിണ്ണ നിറങ്ങിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് ആ ഒരു രീതിയിൽ അന്ന് പ്രവർത്തിച്ചു. അതിൻ്റെ ഭാഗമാണ് ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കേണ്ട അവസ്ഥ വന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മൊഴി കൊടുത്തിട്ടുണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് കൈപ്പറ്റിയിട്ടുണ്ട്. ബാക്കി വകുപ്പ് തല നടപടികൾക്ക് ശുപാർശ ചെയ്യാമെന്ന് DYSP സാറ് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നോക്കാം. നമുക്ക് മാന്യമായിട്ടുള്ള ഓഫീസർമാരും പോലീസ് സേനയിലുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉത്തരവാണിത്. അന്നേ ഞാൻ പറഞ്ഞിരുന്നു, മനോജ് സാറ് പിന്നെ കൊടുത്ത അദ്ദേഹത്തെ വിളിച്ച് ശകാരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം തകർക്കുന്നതിന് കൂട്ടു നിൽക്കലാണോ ഒരു ഉദ്യോഗസ്ഥൻ്റെ പണി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഉത്തരവാണിത്. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.